ആമനകര ഉറുമ്പിക്കാവ് ദേവീക്ഷേത്രത്തിലെ കാവിൽ പൂരം 25 മുതൽ 31 വരെ തീയതികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആമനകര നാലമ്പലങ്ങളുടെ നടുവിൽ വടക്കോട്ട് ദർശനമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വരിക്കപ്ലാവിൽ നിർമ്മിച്ചിരിക്കുന്ന ഭദ്രകാളി വിഗ്രഹത്തിൽ മീനപ്പൂരത്തിന് ചാന്താട്ടവും ഗുരുതി പുഷ്പാഞ്ജലിയും നടത്തി 6 നാഴി പായസം നിവേദിക്കുന്ന പൂരമെടിയും കളമെഴുതിപ്പാട്ടും കലങ്കരിക്കലുമായി മീനപ്പുരം മഹോത്സവം നടക്കും. എല്ലാ ദിവസവും വിശേഷ പൂജകളും അന്നദാനവും കലാപരിപാടികളും ഉണ്ടായിരിക്കും. മാർച്ച് 25 വൈകിട്ട് അമൃതഭോജന ശേഷം തായമ്പക, ഗൗരി അനിലിന്റെ നടനത്തിന്റെ വിന്യാസം, ശ്രീധരീയം കുടുംബത്തിന്റെ തിരുവാതിര എന്നിവ നടക്കും. 26 രാമപുരം ത്രയംബകം ഭജൻസിന്റെ ഭജന, ജിൻസ് ഗോപിനാഥിന്റെ ഭദ്രനാഥം പുരസ്കാര സമർപ്പണം, 27 മേജർ സെറ്റ് കഥകളി, 28 ഓട്ടംതുള്ളൽ, 29 തിരുവാതിര, 30 ഗുരുതി, പുഷ്പാഞ്ജലി, കൈകൊട്ടിക്കളി, തലയാട്ടം കളി, സ്പെഷ്യൽ പഞ്ചവാദ്യം എന്നിവ നടക്കും. കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ അമനകര ഉറുമ്പിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കാവിൽപൂര മഹോത്സവം മാർച്ച് 25 തീയതി ആരംഭിച്ച് 31 തീയതി സമാപിക്കും. 25 തീയതിയാണ് ഉദ്ഘാടന ദിവസം രാജു നാരായണൻ നമ്പൂതിരിയുടെ പ്രമാണത്തിൽ തായമ്പികയോട് കൂട്ടിയിട്ട് ആരംഭിക്കും. തുടർന്ന് ഗൗരി അനിലിൻ്റെ നൃത്യങ്ങൾ 26 തീയതി ത്രയംബകം ഭജൻസിൻ്റെ ഭജൻസ്, 27 തീയതി കേരള കലാമണ്ഡലത്തിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കഥയാണ്. പ്രത്യേകിച്ച് മീനച്ചിൽ താലൂക്കിൽ തന്നെ ആദ്യമായിട്ടൊരു ആട്ടക്കഥ രൂപം കൊണ്ട് രംഗത്ത് അവതരിപ്പിക്കുകയാണ്. അത് പാഞ്ഞാളിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഔപചാരികമായ അരങ്ങേറ്റം. ഇപ്പോൾ 27 തീയതി രാത്രി 8 മണി മുതൽ അഗ്നിമോക്ഷം കഥ, അത് നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ്. അതിൻ്റെ പ്രത്യേകത അഗ്നിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ആ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അഗ്നി എന്ന് പറയുമ്പോൾ ജ്യോതിഷപ്രകാരം ചൊവ്വയൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് അഗ്നി. തന്നെയുമല്ല, വെള്ളിയാഴ്ചയാണ് നമ്മൾ ആ കഥ അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജാതകവശാലോ നക്ഷത്ര സംബന്ധമായോ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് കൂടി ഉത്തമമായ ഒരു കഥയും കൂടിയാണത്. അതുകൊണ്ട് അഗ്നിമോക്ഷം കഥ, അതിലെ പ്രത്യേകത പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുള്ള ജരിതപക്ഷിയുടെ കഥ കൂടി ചേർത്തിട്ടുള്ളതാണ്. ആ ആട്ടക്കഥ 27 തീയതി രാത്രി 8 മണിക്ക് അമനകര ഉറുമ്പിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അരങ്ങേറുന്നതാണ്. 28 തീയതി മരുത്തൂർ വട്ടം കണ്ണൻ, ഇന്ന് കേരളത്തിലെ പ്രശസ്തനായ ഓട്ടംതുള്ളൽ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടംതുള്ളൽ. 29 തീയതി അവിടെ അതിമനോഹരമായി ഈ കേരളത്തിലെ വിവിധ തിരുവാതിര സംഘങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിര മഹോത്സവം തന്നെ നടക്കുകയാണ്. 30 തീയതി വൈകുന്നേരം കൈകൊട്ടിക്കളി. തുടർന്ന് കൈകൊട്ടിക്കളി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുത്തെ പരമ്പരാഗതമായ ഒരു കലാരൂപമുണ്ട്. അത് തലയാട്ടം കളിയാണ്. അത് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൻ്റെ ആണ്. 31 രാവിലെ 5 നട തുറക്കും. ഉച്ചയ്ക്ക് 1:30 പൂരമേടി നടക്കും. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ PR രാമൻ നമ്പൂതിരി, PK വ്യാസൻ, ഗോപൻ ചെറുവള്ളി, വിനോദ് കുന്നേൽ എന്നിവർ പങ്കെടുത്തു.